നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കാണ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു കുറിച്ച് പറഞ്ഞു, എനിക്ക് 1000-ൽ എനിക്ക് 500 മാർക്ക് കിട്ടി. സോ കൊച്ചിൻ്റെ പേപ്പറിൻ്റെ മുകളിൽ ടീച്ചർ ഇങ്ങനെയായിരുന്നു എഴുതിയത് 1000-500. വേറൊരു ചെറുക്കൻ പേപ്പർ സ്കൂളിൽ നിന്ന് കുട്ടി, ആ ചെറുക്കൻ്റെ പേപ്പറിൻ്റെ മേൽ ടീച്ചർ എഴുതിയിരുന്നു ഇങ്ങനെ 1200-ൽ 1000. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരേ വീട്ടിലെ 2 പിള്ളേർ. സോ ഒരാൾ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്, വേറൊരാൾ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരാൾ ഇപ്പം 8ാം ക്ലാസ്സിലും ഒരാൾ 12ാം ക്ലാസ്സിലുമാണ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് 1500 മേടിച്ചുകൊണ്ട് വന്നു, ഒരു കുട്ടി 1200 1000 മേടിച്ചിട്ടു. സോ ഇവരിൽ ആരാണ് നല്ല രീതിയിൽ പഠിക്കുന്നത്, ആർക്കാണ് ഏറ്റവും നല്ല മാർക്ക് ഉള്ളതെന്ന് അറിയണമെങ്കിൽ ഇവർ രണ്ടുപേരും ഒറ്റ ബേസിലോട്ട് കൊണ്ടുവരണം. സോ അവിടെയാണ് നമുക്ക് പെർസെൻറ്റേജ് എന്ന കൺസെപ്റ്റ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ per 100 എന്നാണ്. അതായത് 100 ഇവർക്ക് രണ്ടുപേരുടെയും പരീക്ഷ ഇപ്പം 100 മാർക്കിലാണ് നടത്തിയിരുന്നെങ്കിൽ, ഇവർക്ക് രണ്ടുപേരുടെയും പരീക്ഷ 100 മാർക്കിലാണ് നടത്തിയിരുന്നെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും എത്ര കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണക്കൂട്ടാൻ കുറച്ച് എളുപ്പമാണ്. 100 എടുത്ത് 50 വിളിച്ചു, ഒരുത്തരിലേക്ക് 60 വിളിച്ചു, അപ്പോൾ രണ്ടുപേരും കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. സോ അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ അപ്പോഴാണ് നമുക്ക് പെർസെൻറ്റേജ് ആവശ്യമില്ല. കമ്പാരിസൺ തന്നെയാണ് റേഷ്യോ. റേഷ്യോ ഇസ് ഓൾസോ എ കമ്പാരിസൺ. സിമിലർലി പെർസെൻറ്റേജ് ഒരു കമ്പാരിസൺ ആണ്. റേഷ്യോയും 2 നമ്പറുകൾ തമ്മിൽ കമ്പയർ ചെയ്യാണ്. ഇതും അതുപോലെ തന്നെയാണ്. അപ്പം റേഷ്യോയും പെർസെൻറ്റേജ് എന്നുള്ള റിലേഷൻ ഞാൻ പറയാം, ആദ്യം ഇത് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അമ്മ എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ രണ്ടുപേരെയും 100-ലോട്ട് കൊണ്ടുവരാം. അത് എളുപ്പ പരിപാടിയല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കഥ ആരംഭിക്കുന്നത് ഞാൻ പറയാം. 500/1000 ആണല്ലോ ഒരുത്തൻ്റെ മാർക്ക്. ഒരുത്തൻ്റെ മാർക്ക് എത്ര? 1200. നമ്മുടെ കയ്യിലുള്ള ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, അത് ഞാൻ അങ്ങനെ പറയാം. പെർസെൻറ്റേജ് ഉണ്ട്, ഫ്രാക്ഷൻ ഉണ്ട്. സോ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 ചെയ്യുക. പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ /100 ചെയ്യും. സോ ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് 1/2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും 1000/12 എന്ന് വരും. അങ്ങനെയാണ്. അപ്പോൾ 83.333 എന്ന് കിട്ടും. സോ ഇതിനർത്ഥം അര എന്ന് വെച്ചാൽ ഇവിടെ 50 കിട്ടും, ഇവിടെ 83.33 എന്ന് കിട്ടും. സോ അതിനർത്ഥം ആദ്യത്തെ കുട്ടി ഇവന് എത്ര മാർക്കുണ്ട്? ഇവന് 50 മാർക്കുണ്ട്, 100-ലാണ് പരീക്ഷ നടത്തിയിരുന്നെങ്കിൽ. ഇവന് 83.3 മാർക്കുണ്ട്, 100-ലാണ് പരീക്ഷ നടത്തിയിരുന്നെങ്കിൽ. സോ ഇവർ രണ്ടുപേരും ഇവനാണ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. കാരണം എന്ന് വെച്ചാൽ അവന് 100-ൽ 83 മാർക്കുണ്ട്, ഇവൻ 50 മാർക്കേ ഉള്ളൂ. സോ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് രണ്ട് കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ് പെർസെൻറ്റേജ് വെച്ചിട്ട്. ഒന്നുമല്ല, പെർസെൻറ്റേജ് 100-ലോട്ട് കൊണ്ടുവരികയാണെന്ന് മാത്രം ആലോചിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാം. നേരത്തെ ഇങ്ങനെ എഴുതി പെർസെൻറ്റേജ് ഇവിടെ എഴുതി, ഇവിടെ എഴുതി, ഈ പുള്ളി ആക്കണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അത് തന്നെ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഇരിക്കുന്ന ഫ്രാക്ഷൻ 1/1 അല്ലെങ്കിൽ 1/2 അല്ലെങ്കിൽ 1/3 അല്ലെങ്കിൽ 1/4 അല്ലെങ്കിൽ 1/5. സോ ഇയാൾ എത്ര പെർസെൻറ്റേജ് ആണ്? പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഫ്രാക്ഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 100 100%. ഇവിടെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/2 × 100 അല്ലെങ്കിൽ 0.5 × 100. 0.5 × 100 50%. ഇസ് ഈക്വൽ ടു ഇൻറ്റു 100. 1/3 എന്ന് പറയുമ്പോൾ 33 1/3 ആണ്. പഠിക്കുക, 33 1/3 ആണ്. 33.333%. 1/4-നെ സിമിലർലി 1/4-നെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്രയാണ്? 1/4 എന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതിയാണ്. ഓക്കെ, അതായത് പകുതിയുടെ പകുതി തന്നെ 50 ആണ്. ഓക്കെ, പകുതിയുടെ പകുതി അതായത് 25%. ഇത്ര പഠിച്ചിരിക്കുക 20%. വളരെ എളുപ്പമാണ്. 1/6 പഠിക്കാൻ എളുപ്പമാണ്. 16-ഉം 2/3. ഈ 2/3 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. 16.666%. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ 1/7 പറയാം. 1/7 എന്ന് പറയുന്നത് 7 × 2 എത്ര? 14. 14 × 2 എത്ര? 28. സോ അതാണിത്. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 14. ഇത് പോയിന്റ് അല്ലേ, നമുക്ക് ഇതുപോലെ എഴുതാം. 14 28 എഴുതാം. 27 2 ഭാഗമാണ് 28. ഓക്കെ, അത് നമുക്ക് 7 2 കഴിഞ്ഞാൽ മതി. സോ എന്നല്ല, 0.28 ഇങ്ങനെ നമ്മൾ ഏകദേശം ഇത് നമ്മളിതിനെ മറ്റേ ഫ്രാക്ഷനിലോട്ട് ആക്കുമ്പോൾ വരുന്നതാണ്. ഇങ്ങനെ നമ്മൾ പഠിക്കാം. 14.28 14 2/7 അങ്ങനെ പഠിക്കും. ഇനി 1/8. 1/8 എന്ന് പറയുമ്പോഴത്തേക്കും 12.5 ആണ്. നമുക്കറിയാം 12 പിന്നെ +0.5. ഓക്കെ, 0.5 എത്ര? 1/2. സോ ഇതാണ് 18. 18 വളരെ എളുപ്പമല്ലേ. അവസാനത്തെ 1/9. 1/9 എന്ന് പറയുന്നത് 11.11% ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു 11.11 എന്ന് പറഞ്ഞാൽ 1/9 ആണ്. സോ വിച്ച് ഈസ് ഇത്രയും പെർസെൻറ്റേജ്. ഇനി 1/10 ഉണ്ട്. 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10% തന്നെയാണ്. പക്ഷേ ഞാൻ ഇവിടെ ഇടുന്നില്ലെന്നേ ഉള്ളൂ. ബിക്കോസ് ഇത് തന്നെ നമുക്ക് കൂടുതൽ ഓർത്തിരിക്കാൻ നമുക്ക് പാടുള്ളത്. അത് എളുപ്പമാണ് 1/5 വരെ. ഈ 1/6 1/7 1/8 1/9 ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് മാത്രം നമുക്ക് കുറച്ച് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഏതൊരു കുട്ടി വന്നിട്ട് അവരുടെ അമ്മയുടെ പറഞ്ഞു, എനിക്ക് 400 മാർക്കിലായിരുന്നു പരീക്ഷ നടത്തിയത്, അതിന് എനിക്ക് 25% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോയി. സോ അമ്മ എങ്ങനെ കണ്ടുപിടിക്കുക കുട്ടിക്ക് ആക്ച്വലി എത്ര മാർക്ക് കിട്ടിയെന്ന്? സോ ആ കുട്ടിക്ക് ആക്ച്വലി എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 25% ഓഫ് 400 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100-ൽ 25 ഇൻറ്റു ഇങ്ങനെ ചെയ്താൽ മതി. 25 ഇൻറ്റു 4 എത്ര? 100. സോ അതിനർത്ഥം ആ കുട്ടിക്ക് 100 മാർക്കാണ് 400 കിട്ടിയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പെർസെൻറ്റേജ് ഓഫ് ഏതൊരു സംഖ്യ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടികളുടെ കേസ്, ഒരാൾക്ക് 100-ൽ 50-ഉം 100-ൽ 83-ഉം. ഇപ്പം ഒന്ന് വിചാരിക്കുക, ഈ 50% മേടിച്ച കുട്ടി ആണ് സ്കൂളിൽ വിട്ടപ്പോൾ ആദ്യം വന്നത്. അപ്പോൾ അവൻ ഇതിനൊക്കെ പറഞ്ഞു ഐ ഗോട്ട് 50% ഓഫ് 1000 എന്ന് പറഞ്ഞിട്ടൊക്കെ പോയി. ഐ ഗോട്ട് 50% ഓഫ് 1000
എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കും ആ അമ്മ ഞാൻ മനസ്സിലാക്കും അവന് ഇപ്പം നിലവിൽ എത്ര മാർക്ക് കിട്ടിയെന്ന്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 50/100 ഇൻറ്റു 1000 ചെയ്യുക. ആക്ച്വൽ വാല്യൂ സോ വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 500. സോ ഇതാണ് കൺസെപ്റ്റ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. 2 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 50 എന്നാണ് ചോദ്യം. അതായത് 2 ഉത്തരം കിട്ടണം. ഏതോ ഒരു 50ൻ്റെ എത്രയോ ശതമാനം എടുക്കുമ്പോഴാണ് 2 കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതി ചെയ്യുകയാണെങ്കിൽ ഏതോ ഒരു ശതമാനത്തിന് 50 കിട്ടിയതാണ് നമുക്ക് എന്ത് 2. സോ അത് കണ്ടുപിടിക്കാൻ 2 ഇൻറ്റു 100/50 ചെയ്താൽ മതി. ഇത് സീക്വൽ എത്ര കിട്ടും? 4% കിട്ടും. ഓക്കെ, ഇത് അബ്സല്യൂട്ട്ലി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചിന്തിക്കുന്നത്, പക്ഷേ എളുപ്പത്തിൽ എങ്ങനെ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ച് കൊള്ളാത്ത എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഇപ്പം എക്സ് ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് വൈ, അല്ലെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്നു വാട്ട് പെർസെൻറ്റേജ് ഓഫ് വൈ ഈസ് എക്സ് എന്ന് ഒരുമിച്ച് തന്നെ അല്ലേ, വാട്ട് പെർസെൻറ്റേജ് ഈസ് എക്സ് ഓഫ് വൈ. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെയിം ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അർത്ഥം ഈ ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന ആൾ, ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന ആൾ ഇവിടെ വൈ, ഓഫ് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ആൾ വൈ, ഓഫ് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ആൾ വൈ. ഓക്കെ, ഇപ്പം നമ്മൾ പെർസെൻറ്റേജ് ഓഫ് കഴിഞ്ഞ് വരുന്ന വൈ, പെർസെൻറ്റേജ് ഓഫ് കഴിഞ്ഞ വൈ, ഓഫ് കഴിഞ്ഞ് വരുന്ന വൈ, ഇവിടെ ആണെങ്കിൽ ഓഫ് കഴിഞ്ഞ് വരുന്ന വൈ. ഇങ്ങനെ ഓർത്തുമ്പോൾ ഓഫ് കഴിഞ്ഞ് വരുന്നത് ആരാണോ അയാൾ ഡിനോമിനേറ്റർ എഴുതുക, മറ്റേ ചോദിച്ചേക്കുന്ന ആൾ ന്യൂമറേറ്റർ എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ വരും? ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന ആരാ? 50. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? എക്സ് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നത് 2 ഇസ് ഈക്വൽ ടു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇങ്ങനെ കൂടുതൽ സിൻസ് വാക്ക് കിട്ടും. പിന്നെ ട്രിക്ക് പറഞ്ഞു പോവുകയാണ്. കൂടുതൽ ഞാൻ കൊളവാക്കി പറയുന്നില്ല, എത്ര പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഏതൊരു നമ്പറിൻ്റെയും 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ ഒരു സ്ഥാനം മാറ്റി കുത്തുക. ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പം എക്സ് ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് വൈ എന്ന് ചോദിക്കുന്നത്, നമുക്ക് 10% ഓഫ് 120 എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120ൻ്റെ 10% പറഞ്ഞാൽ 120 എഴുതുക, ഒരു സ്ഥാനം മാറ്റി കുത്തുക. അപ്പോൾ നമുക്ക് എത്ര പറയാൻ പറ്റും? 12 ആണ്. സിമിലർലി 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% ഓഫ് 120 എത്രയാണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 120 എഴുതുക, 2 സ്ഥാനം മാറ്റി കുത്തുക. സോ 1.2 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് ഓക്കെ. ഈ ക്വസ്റ്റ്യനെ നമുക്കിപ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങോട്ട് ചെറുതായിട്ട് എഴുതാം. 4% ഓഫ് 50 ഈസ് 2. അതല്ലേ ഉത്തരം? അതായത് 50ൻ്റെ 4% എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്. 4% ഓഫ് 50 കണ്ടുപിടിക്കാൻ പറയുന്നതും 50% ഓഫ് 4 നമ്മൾ കണ്ടുപിടിക്കുന്നതും സെയിം ആയിരിക്കും. അപ്പം 4% ഓഫ് 50 2 നമുക്ക് കിട്ടിയാലും 50% ഓഫ് 4 കണ്ടുപിടിക്കാം. 50% ഓഫ് 4 എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, ഓഫ് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ. ഓക്കെ, കണ്ടുപിടിക്കേണ്ട ആൾ എക്സ് ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ തന്നിട്ടുണ്ട്. ഓൾറെഡി പെർസെൻറ്റേജ് നമ്മൾ തന്നിരിക്കുകയാണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 50/100. 1 5 5 7 5 10 4/200 വിച്ച് ഈസ് ഈക്വൽ ടു 200. അപ്പോൾ ഇത് വെച്ച് ഇത്രയും ഞാൻ പറഞ്ഞോളൂ. ഇവിടെ എഴുതാം. ഇത് വെച്ച് ഇത്രയും പറയുന്നുള്ളൂ. X% ഓഫ് y വിച്ച് ഈസ് ഈക്വൽ ടു y% ഓഫ് x ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.